യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛൻ അതെ മോളെ, മോളെ മോളെ മോൾക്കെന്താ പറ്റിയ? മോളെ വാ, നമുക്ക് ആശ്രമത്തിലേക്ക് പോവാ. വാ പോവാ മോളെ, വാ. എനിക്ക് പതിയെ നടക്ക. ഇറങ്ങും മോളെ, പതിയെ. ചേച്ചി, പൂജേച്ചി, വാ വാ ചേച്ചി. മോളെ, മോൾ ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഈ അച്ഛനറിയാം. ഇനി അതൊന്നും ഉണ്ടാവില്ല. അച്ഛൻ അർജുനെ വിളിക്കട്ടെ. ഒരു ശത്രുക്കളും എത്തി നോക്കാത്ത പുതിയൊരു ജീവിതം ഇനിയെങ്കിലും നിനക്കുണ്ടാവണം മോളെ. മോള് വാ, വാ മോളെ, അകത്ത് പോവാ. അതെ, ഇരിക്കും മോളെ. മോക്കെന്നെ മനസ്സിലായോ? പരിചയം പുതുക്കലൊക്കെ പിന്നെ ആകാം. ആദ്യം മരുന്ന് കൊടുക്ക്. ഇത് കഴിക്കും മോളെ. ക്ഷീണമൊക്കെ ശട്ടേന്ന് മാറിക്കോളും. അന്ന് അർജുൻ മോന്റെ കൂടെ വന്നതിനേക്കാൾ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ എന്റെ കുട്ടി. മക്കളെ, നിങ്ങളെല്ലാം അപ്പുറത്തേക്ക് പൊക്കോളൂ. പൂജ മോൾക്ക് വിശ്രമം ആവശ്യമാണ്. ചെല്ലെ ചെല്ലെ. മീനാക്ഷി, ആ വാതിൽ ചാരിയേക്ക്. മോളെ, എങ്ങനെയാ മോൾ ആ അമ്പലത്തിലേക്ക് എത്തിയത്? ഓർമ്മയുണ്ടോ നിനക്ക്? അയ്യോ, മോളെങ്ങനെ അവരുടെ കയ്യിൽ അകപ്പെട്ടത്? അർജുൻ മോൻ ഒന്നും അറിഞ്ഞില്ല ഇതുവരെ? മീനാക്ഷിയമ്മേ, അന്ന് മീനാക്ഷിയമ്മ കണ്ടത് ഈ പൂജയല്ല. അതെനിക്കറിയാമായിരുന്നു. അത് ഉറപ്പിക്കാനാ ഞാൻ അവരെ രണ്ടുപേരെ ഇങ്ങോട്ട് വരുത്തിയത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മീനാക്ഷി അമ്മയ്ക്ക് വൈകാതെ എല്ലാം മനസ്സിലാവും. പൂജ മോള് സംസാരിച്ചു തുടങ്ങുമ്പോ. മോൾക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ സ്ട്രെയിൻ ചെയ്യണ്ട.
ആദ്യം മോള് നന്നായിട്ടൊന്ന് വിശ്രമിക്കേ. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ഞാൻ അർജുനെ വിളിക്കാം. പോരെ? ആ, മീനാക്ഷി അമ്മ കൂടെ തന്നെ ഉണ്ടാവണം. ഒന്നും ചോദിച്ച് മോളെ വിഷമിപ്പിക്കില്ല. ആ, ഞാൻ പുറത്തുണ്ടാവും. അച്ഛമ്മേ, എന്താ മോളെ? എന്താ ഇവിടെ ഉള്ളവരുടെയൊക്കെ ഉദ്ദേശം? എന്താ? ഇന്നലെ വൈകിട്ട് അജേട്ടൻ വന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയതാ എല്ലാവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം. എന്ത് മാറ്റം? ഞാൻ ഉണ്ടാക്കി തന്ന കാപ്പി അച്ഛമ്മയെ കുടിക്കാൻ സമ്മതിച്ചോ? ഇല്ലല്ലോ. അതവൻ തമാശക്ക് ചെയ്തതാ. ഈ ഇടയായിട്ട് അജേട്ടന് സങ്കടം ഉണ്ടാക്കുന്ന തമാശയാ കൂടുതൽ. അച്ഛമ്മ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നലെ രാത്രി അജേട്ടൻ ഹോളിലാ ചെന്ന് കിടന്നത്. ഇന്ന് രാവിലെ ആയിട്ടും എന്നോടൊന്നും മിണ്ടാട്ടം പോലും ഇല്ല. മാത്രമല്ല, ഞാൻ അടുക്കളയിൽ ചെന്നപ്പോ അമ്മയുണ്ട് എന്റെ പിന്നാലെ വന്നു. ഒരു കാര്യം ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല. എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന പോലെ പെരുമാറിയത്. അതെന്താ അങ്ങനെ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിച്ചേ മതിയാവത്തുള്ളൂ. അച്ഛമ്മ, ആ, മാധുരി വന്നല്ലോ. എന്താ മാധുരി പൂജ മോളുടെ പ്രശ്നം? പൂജയ്ക്ക് എന്താ പ്രശ്നം? അത് പൂജയല്ലേ അമ്മേ പറയണ്ടേ? അമ്മ എന്നോട് പഴയ പോലെയാണോ പെരുമാറുന്നത്? മനുഷ്യർക്ക് എപ്പോഴും ഒരേപോലെ പെരുമാറാൻ പറ്റില്ലല്ലോ പൂജ. എന്നുവെച്ചാ? അറിവാണ് മാറ്റത്തിന്റെ കാതൽ എന്ന് പറയാറില്ലേ? ചില അറിവുകൾ ഉണ്ടാവുമ്പോ മനുഷ്യർ മാറുന്നു. എന്നെ പറ്റി എന്ത് പുതിയ അറിവ് ഇപ്പൊ ഉണ്ടായത്? തൽക്കാലം ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാനും അതും കൂടി നോക്കിക്കോളാം. പൂജ ഒന്നും ചെയ്യണ്ട. അതെ, കഴിക്കേണ്ട സമയത്ത് ഞങ്ങളൊന്ന് വിളിച്ചോളാം. അതെന്താ, എനിക്ക് വീട്ടു തടവാണോ? ഞങ്ങൾ എന്തിനാ പൂജയെ തടവിലാക്കുന്നേ? അതിനുള്ള എന്ത് അവകാശം ഞങ്ങൾക്കുള്ളത്? എന്താ ഇപ്പോഴത്തെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അർജുൻ പറഞ്ഞ അനുസരിച്ച മാധുരി ചേച്ചി പൂജയോട് ഒന്നിലെ ഇടപെടരുത് എന്ന് പറഞ്ഞത്. ആണോ മാധുരി? എന്നാ പിന്നെ അവൻ വരുമ്പോ ചോദിക്കണമല്ലോ. എന്റെ അമ്മ ഇതിൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. തൽക്കാലം പൂജയെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ടെന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്താ പ്രശ്നം? മാധുരി ചേച്ചി കാര്യമായിട്ട് എന്തോ അറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല. എന്തറിയാനാ മധു? അർജുൻ പറഞ്ഞു, ഞാൻ അതുപോലെ ചെയ്തു. വേറൊന്നും എനിക്കറിയില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ അമ്മേ. നീ ഇതിന്റെ ഇടയിൽ ചെന്ന് കൂടുതൽ കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി.